നമസ്തേ. ഇപ്പം നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം, കണ്ണിമ നോക്കാതെ ആകാശത്തേക്ക് നോക്കൂ, നിങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കുന്നത് കാണാം എന്നുള്ളതാണ്. കണ്ണിമ നോക്കാതെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കുന്നത് കാണാം എന്ന് പറയുമ്പോൾ എത്രമാത്രം വ്യക്തതയുണ്ട് ആ ഒരു വിവരണത്തിന്, എത്രമാത്രം കരുത്തുറ്റതാണ് ആ ഒരു വിവരണം. അപ്പോൾ നമ്മൾ കണ്ണിമ നോക്കാതെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും, ചിറകുകൾ മുളയ്ക്കുന്നത് കാണാം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് പ്രവൃത്തിയായാലും ശരി, ഏത് ചിന്തയായാലും ശരി, ഏത് വിഷയമാണെങ്കിലും ശരി, വളരെ ശക്തമായി അതിനെ കാണുക, വളരെ ഗംഭീരമായി കാണുക, വളരെ ലളിതമായി കാണുക. നമ്മൾ ഗംഭീരമായി നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ എടുക്കുക. അത് ഏത് സ്ഥിതിയിലായാലും ശരി, ഏത് അനുഭവത്തിലായാലും ശരി, ഏത് സാഹചര്യത്തിലായാലും ശരി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ നമ്മൾ ഒരു വളരെ കരുത്തുറ്റ ഒരു വൈരാഗ്യത്തോടു കൂടി, ഒരു യുദ്ധ വൈരാഗ്യത്തോടു കൂടിയാണ് ജീവിക്കേണ്ടത്. അതല്ലാതെ നമുക്ക് ഒരു തളരുന്ന മട്ടോടുകൂടി ജീവിക്കുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മളെ പിടിക്കുന്നത്, പലതരത്തിലുള്ള മോശമായ സ്ഥിതി നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നത്, നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ എത്രമാത്രം ശക്തമായി പ്രവർത്തിക്കാൻ കഴിയുമോ, എത്രമാത്രം ഗംഭീരമായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ, എത്രമാത്രം ഉണർവോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ, അത്രമാത്രം ശക്തിയോടുകൂടി പ്രവർത്തിക്കുക, അത്രമാത്രം ഗാംഭീര്യത്തോടുകൂടി ഗംഭീരമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുക, അങ്ങനെ നമ്മൾ കണ്ണിമ വെട്ടാതെ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ ശ്രദ്ധ ഊന്നിക്കൊണ്ടിരിക്കുക. അങ്ങനെ ശ്രദ്ധ ഊന്നിക്കൊണ്ടുകൾ നമുക്ക് ആ ചിറകുകളെല്ലാം ഒരുപക്ഷെ മുളയ്ക്കുന്നത് കാണാം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിന് എല്ലാം ഒരു യഥാസ്ഥിതിയിൽ, അതല്ലെങ്കിൽ ഒരു സമചിത്തമായ സ്ഥിതിയിൽ, ഒരു ചില സ്ഥിതികളിൽ, ഒരു ഉറപ്പുള്ള സ്ഥിതികളിൽ, അതല്ലെങ്കിൽ ഒരു ഉണർവുള്ള സ്ഥിതികളിൽ നമ്മുടെ മനസ്സും ശരീരവും പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കണ്ണുകൾ അടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.